ഹായ് ഹലോ ഫ്രണ്ട്സ്, ജെ കെ സോളാർ പവർ സിസ്റ്റംസിന്റെ മറ്റൊരു ഇൻസ്റ്റലേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന രീതിയിൽ നമ്മൾ 615 വാട്ടിന്റെ ടോപ്പ് കോൺ ബൈഫേസിൽ 6 പാനൽസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ വരുന്ന പുതിയ KSEBയുടെ റൂളുകളൊക്കെ പല രീതിയിലും ബുദ്ധിമുട്ടിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള റൂളുകളൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഒരു പക്ക ഇൻഡിപെൻഡന്റ് ആയിട്ട്, അതായത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പവർ ഉത്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നു. അത് തികച്ചും ഫ്രീ ആയിട്ടുള്ള സോളാർ എനർജി നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ്. നമ്മൾ സ്വന്തമായിട്ട് ബാറ്ററി പാക്ക് വെക്കുന്നു, അതും ലിഥിയം ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള സിസ്റ്റം ആണ്. പഴയ പോലെ വെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ ബാറ്ററിയുടെ ഗ്രാവിറ്റി ചെക്ക് ചെയ്യുകയൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അങ്ങനെ ലിഥിയം ബാറ്ററീസ് വെച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ്. ഇവിടെ 5 kVയുടെ ഒരു സിസ്റ്റം ആണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്ഥലത്തിന്റെ ഒരു പരിമിതിയെ കൊണ്ട് നമ്മൾ 2 സ്റ്റെപ്പുകളൊക്കെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയ തന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 615ന്റെ 4 പാനലുകൾ ഇവിടെയും 2 പാനലുകൾ കുറച്ച് അപ്പുറം മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ 3 പാനലുകളുടെ 2 സ്ട്രിങ്ങുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുൻപ് നമ്മൾ ഇത്തരത്തിലുള്ള പല വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഏകദേശം ഒരു 12 മുതൽ 15 യൂണിറ്റ് വരെയൊക്കെ ഉപയോഗമുള്ള ആൾക്കാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു 5000 രൂപയ്ക്ക് താഴെയൊക്കെ ബില്ല് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് ബില്ല് ലിമിറ്റ് ചെയ്ത് വളരെ താഴത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. എത്രയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല. ഓരോരുത്തരുടെയും നൈറ്റ് ടൈം യൂസ് ഒക്കെ പോലെ അത് മാറിക്കൊണ്ടിരിക്കും. എന്തായാലും നമുക്ക് ഫുൾ ടൈം വീട്ടിൽ പവർ സപ്ലൈ ഉണ്ടാവും. പവർ ലോഡുകൾ ഉൾപ്പെടെ നമുക്ക് ഇഷ്ടാനുസരണം ഉപയോഗിക്കാം. KSEB സപ്ലൈ വന്നാലും പോയാലൊന്നും നമുക്ക് യാതൊരു വിഷയമില്ല. ഇനി KSEB സപ്ലൈ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡിപെൻഡന്റ് സിസ്റ്റമാണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത്തരത്തിലുള്ള നിരവധി വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സോളാർ പവർ സിസ്റ്റംസിനെ പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്ക്, അതായത് ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ്, ഇത്തരത്തിലുള്ള നിരവധി സിസ്റ്റങ്ങളെ പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള വീഡിയോസ് കുറേയധികം വർഷങ്ങളായിട്ട് പല സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ ഒക്കെ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് റെഫർ ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നല്ല വെയിൽ കിട്ടുന്ന ഒരു ഫ്ലാറ്റ് റൂഫ് ഏരിയ ആണ്. ഫ്ലാറ്റ് റൂഫ് എന്ന് തികച്ചും പറയാൻ പറ്റില്ല, കാരണം ഇവിടെ കുറച്ച് ഏരിയാസ് ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയ ചൂസ് ചെയ്ത് നമ്മൾ പാനലുകൾ അല്പം റീഅറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ആ രീതിയിൽ കൃത്യമായിട്ട് നമ്മളത് അലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും സൈറ്റിൽ നോക്കേണ്ടത് ഷാഡോ ഫ്രീ ഏരിയ ആയിട്ട് ഉള്ള ഏരിയയിൽ വേണം നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പ്രൊഡക്ഷൻ കുറയും. അതിനനുസരിച്ച് നമ്മൾ വെക്കുന്ന അല്ലെങ്കിൽ മുടക്കുന്ന എമൗണ്ടിന് നമുക്ക് ഫലം കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഈ തരത്തിൽ 615 വാട്ട്സിന്റെ ടോപ്പ് കോൺ ഗ്ലാസ് ടു ഗ്ലാസ് ബൈഫേഷ്യൽ സോളാർ മോഡ്യൂൾസ്, അത് വാരി ബ്രാൻഡിങ്ങിൽ വരുന്നതാണ്. 6 മോഡ്യൂൾസ് കണക്ട് ചെയ്തിട്ടുണ്ട്. വീട്ടിലെ ഫുൾ ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ട് പവർ സപ്ലൈ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 15 യൂണിറ്റ് വരെയൊക്കെ പീക്ക് വൈദ്യുതി പ്രൊഡക്ഷൻ സാധ്യമാവുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു 5000 രൂപ റേഞ്ചിലൊക്കെ ബില്ല് വരുന്ന ഈ രീതിയിലുള്ള സിസ്റ്റം ചെയ്ത് ഈസി ആയിട്ട് കറണ്ട് ബില്ലിനെ മാനേജ് ചെയ്യാം. ഇവിടെ കറണ്ട് ബില്ല് കുറയ്ക്കാമെന്നതിലുപരി നമുക്ക് ഫുൾ ടൈം വീട്ടിൽ പവർ സപ്ലൈ കിട്ടുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ മുൻപോട്ടൊക്കെ നമുക്ക് വൈദ്യുതി നിയന്ത്രണം പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ, അത് ഇൻക്ലൂഡിങ് പവർ ലോഡ്സ് ഉൾപ്പെടെ, ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കർ, AC അങ്ങനെയുള്ള എല്ലാ ഡിവൈസുകളും ഉൾപ്പെടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റമാണിത്. ഈ രീതിയിലാണ് സിസ്റ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ മുൻപ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള പോലെ തന്നെ 5 kVയുടെ സോളാർ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ, അത് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ആശാ പവറിൻ്റെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളെ പറ്റി നമ്മൾ നിരവധി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് വീട്ടിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പവർ സപ്ലൈ വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യണം. മുൻപോട്ട് നമുക്കറിയാം KSEB റെഗുലേഷൻസ് വളരെ ടൈറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വൈദ്യുതി നിയന്ത്രണമൊക്കെ വരാൻ സാധ്യതയുള്ള സമയത്ത് ഓഫ് ഗ്രിഡ് സിസ്റ്റം, ഇത്തരത്തിലുള്ള ഇൻഡിപെൻഡന്റ് സിസ്റ്റം ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ 5 kV ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ പവർ ലോഡുകൾ ഉൾപ്പെടെ ഒരു 4000 വാട്ട് വരെ അറ്റ് എ ടൈം ലോഡ് വരുന്ന എല്ലാ ഡിവൈസുകളും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആകുമ്പോൾ മാനേജ് ചെയ്ത് ഉപയോഗിക്കണം. ഒരേ സമയത്ത് പവർ ഡിവൈസുകളെല്ലാം കൂടെ ഒരുപോലെ വരാത്ത രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള രീതി. അപ്പോൾ ഇത്തരത്തിലുള്ള അതിൻ്റെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതിയാവും. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ആശാ പവറിൻ്റെ പ്രീമിയം ആയിട്ടുള്ള 5 kVA 48 വോൾട്ട് സോളാർ PCU ആണ്. ഇത് ലിഥിയം കോമ്പാറ്റബിൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ലിഥിയം ബാറ്ററി, അതുപോലെ തന്നെ സാധാ ലെഡ് ആസിഡ് ബാറ്ററിയും കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ക്ലൗഡി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. നമുക്ക് ബാറ്ററി ഓൾമോസ്റ്റ് ഫുള്ളാണ്. വീട്ടിലെ ഉപയോഗത്തിന് വേണ്ടി മാത്രമുള്ള പ്രൊഡക്ഷൻ നടക്കുന്നതായിട്ട് കാണാം. ഒരു 4 ലൈൻ ഡിസ്പ്ലേ ആണ്. എല്ലാ ഡീറ്റെയിൽസും ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോഡ് സൈഡ് എല്ലാം നമുക്കിതിൽ വാച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ലിഥിയം ബാറ്ററിയാണ്. ഇതിൻ്റെ BMS ഡിസ്പ്ലേ നമുക്ക് കാണാം. ഇവിടെ ബാറ്ററി ഓൾമോസ്റ്റ് ഫുള്ളാണ്, 100% ഫുള്ളാണ്. ഇതിൻ്റെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്തും സ്റ്റേറ്റ് ഓഫ് ചാർജും നമുക്ക് 100% കിടക്കുന്നത് കാണാം. BMS ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. ബാറ്ററി ഐസൊലേറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ SOC അറിയാനായിട്ടുള്ള ഇൻഡിക്കേഷൻ, ഇവിടെ LED ഇൻഡിക്കേഷൻസ് ഉണ്ട്. പിന്നെ ബാറ്ററികൾ പിന്നീട് പാരൽ ചെയ്യാനായിട്ടുള്ള ഡിപ്പ് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ പോർട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ടെർമിനൽസ് ഒക്കെ നല്ല സേഫ് ആയിട്ടുള്ള അകലം കീപ്പ് ചെയ്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 4 ലെഡ് ആസിഡ് ബാറ്ററികൾ വർക്ക് ചെയ്യേണ്ട അതേ സ്ഥാനത്താണ് ഈ ഒരു ചെറിയ ലിഥിയം ബാറ്ററി പാക്ക് വർക്ക് ചെയ്യുന്നത്. 5 യൂണിറ്റ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 150 AHന്റെ 4 ആസിഡ് ബാറ്ററികൾ വർക്ക് ചെയ്യുന്ന അതേ പെർഫോമൻസ് നമുക്ക് ഈ ഒരു ബാറ്ററിയിൽ നിന്ന് കിട്ടുന്നതാണ്.
വീട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോളാർ ഓഫ് ഗ്രിഡ് ഇൻഡിപെൻഡന്റ് സിസ്റ്റം ആണ് ഈ കാണുന്നത്. സാധാരണ ഇതിൽ ഒരു 5000 രൂപ വരെ ബില്ല് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് പവർ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ വിശദ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ നമ്മുടെ പഴയ വീഡിയോസ് എടുത്ത് വാച്ച് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു സൈറ്റിലെ ഇത്തരത്തിലുള്ള സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആയിട്ട് വീണ്ടും നമുക്ക് ചാനലിലൂടെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.